മലപ്പുറത്ത് ലീഗ് ഭരിക്കുന്ന ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിൽ സ്ഥിര നിക്ഷേപം തട്ടിയെടുത്ത സെക്രട്ടറി ഉൾപ്പെടെ 3 ജീവനക്കാർ അറസ്റ്റിൽ. 2 നിക്ഷേപകരുടെ 27.52 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പരാതി. ബാങ്ക് സെക്രട്ടറി അൻവർ, ജീവനക്കാരനായ അലി അക്ബർ, സ്വാലിഹ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, തട്ടിപ്പിന്റെ വിശദാംശങ്ങൾ. ഷമ്മി, പെരിന്തൽമണ്ണ ആനമങ്ങാട് സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. നിക്ഷേപകരുടെ പണം തട്ടിയത് മുസ്ലിം ലീഗ് ഭരണത്തിലുള്ള ബാങ്കിലെ 3 ജീവനക്കാരാണ്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് സെക്രട്ടറി തൂതാപ്പാറൽ ചമ്മൻകുഴി അൻവർ, ജീവനക്കാരായ ആനമങ്ങാട് കാഞ്ഞിരട്ടിൽ അലി അക്ബർ, തൂതാപ്പാറൽ സാലിഹ് എന്നിവരെയാണ് പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 പേരും വെള്ളിയാഴ്ച പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയിൽ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. 2 നിക്ഷേപകരുടെ പേരിലുള്ള 27,52,176 രൂപയാണ് തിരിമറി നടത്തിയത്. ബാങ്ക് മെമ്പറും നിക്ഷേപകനുമായ മണലായ തുളിയത്ത് ഉസ്മാന്റെ പരാതിയിലാണ് സെക്രട്ടറി അൻവർ, അക്കൗണ്ടന്റ് അലി അക്ബർ, ജീവനക്കാരായ അബ്ദുസലാം, EP സാലിഹ് എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നത്. ഇതിൽ ഒരാൾ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. ഉസ്മാന്റെ 15 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപം മകളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ ആവശ്യപ്പെട്ടിട്ടും അത് ചെയ്യാതെ മാറ്റി നിക്ഷേപിച്ചെന്നാണ് പരാതി. പ്രതിയായ അബ്ദുസലാമാണ് വിദേശത്തേക്ക് കടന്നത്. ബാങ്ക് മെമ്പറും കോൺട്രാക്ടറുമായ മങ്ങാടൻ പറമ്പ് ഷറഫുദ്ദീന്റെ പരാതിയിലാണ് മറ്റൊരു കേസുള്ളത്. 12,52,171 രൂപ സ്ഥിര നിക്ഷേപം ഇയാൾ അറിയാതെ നോർത്ത് ഈസ്റ്റ് സ്മോൾ ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് RTGS ചെയ്ത് വഞ്ചിച്ചെന്നാണ് പരാതി. ബാങ്കിലെ നിക്ഷേപമാറ്റം സംബന്ധിച്ച് തന്റെ മൊബൈൽ ഫോണിലേക്ക് സന്ദേശം വരുന്നത് എതിർകക്ഷികൾ തടഞ്ഞതായും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഷമ്മി.